ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷായ രസ്മലായി ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 200 ഗ്രാം പനീറാണ്. പനീർ ഞാനൊരു 1/2 ലിറ്റർ പാല്, 2 ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്ത് പിരിച്ചെടുത്തതാണ് പനീറായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് പനീറായാലും മതി. പിന്നെ ഒരു 250 കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത്, പിന്നെ ഒരു 1.5 കപ്പ് പഞ്ചസാര, ഒരു മീഡിയം കപ്പ് മതി. പിന്നെ ആവശ്യത്തിന് കുങ്കുമപ്പൂവ്. പിന്നെ നമുക്ക് വേണ്ടത് 2 ഏലക്കയാണ്. പിന്നെ നമുക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ വേണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ കോൺ സ്റ്റാർച്ച് 1 ടീസ്പൂൺ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പനീർ എടുക്കുക. അത് നല്ലപോലെ നമ്മളൊരു പ്ലേറ്റിൽ വെച്ച് മിക്സ് ചെയ്യുക. അതിൻ്റെ എല്ലാ തരിയെല്ലാം മാറ്റിയിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു മിക്സാക്കി നമ്മളത് നമ്മളെടുത്തിട്ട് അത് നല്ലോണം തരിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യണം. പനീറിൻ്റെ ഒരു തരിതരിപ്പെല്ലാം മാറ്റി നല്ലോണം സ്മൂത്തായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ പ്രസ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു മിക്സ് കിട്ടും. ഇപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിക്സിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ചും കൂടെ ചേർക്കുക. കോൺഫ്ലവറൂടെ ചേർത്ത് അത് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ വാങ്ങിക്കുന്ന പനീറിൽ ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പനീർ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ചെറിയൊരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ എടുത്ത മിക്സ് നമ്മളിപ്പോൾ ഒരു 5 ബോൾസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിൽക്കിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാം. അപ്പം അതിന് നമ്മൾ ആദ്യം ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 250 ml പാലും, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പിൽ 1 കപ്പ് പഞ്ചസാര. നമ്മൾ ഈ മിക്സിലെ പഞ്ചസാര പനീർ ബോൾസിനും കൂടെ വേണ്ടിയിട്ടുള്ള മധുരമാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവ്, ഏലക്ക, 2 ഏലക്ക, എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചെറുതായി അരിഞ്ഞ് നട്ട്സ്, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം ഈ മിക്സ്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഈ കുങ്കുമപ്പൂവ് ഈ മിക്സിന് ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. അതിന് കളറ് അതൊന്നും അത്ര കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, യെല്ലോ കളറ്. ഈ രസ്മലായി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രസ്മലായിക്ക് ഒരു ചെറിയ യെല്ലോ കളറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കളർ വേണ്ട അല്ലെങ്കിൽ കളർ കയ്യിലില്ല എന്നുള്ളവർക്ക് ഈ യെല്ലോ കളറ് നമുക്ക് ഉപയോഗിക്കാതിരിക്കാം. നമ്മളിവിടെ ഒരു ചെറിയ യെല്ലോ കളറ് ഫുഡ് കളർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഈ മിക്സ് നല്ലോണം തിളച്ച് ഈ നട്ട്സൊക്കെ ഒന്ന് വെന്ത്, പാൽ ഒരുപാട് കുറുകണ്ട, ചെറിയ വാട്ടർ കൺസിസ്റ്റൻസി തന്നെ മതി. കാരണം നമുക്ക് പനീർ ബോൾസ് ഇതിലേക്ക് ഇടുമ്പോൾ ആ ബോൾസ് ഈ വെള്ളം കുറേ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ക്രീമി ആയിട്ടുള്ള പാല് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടി വേണം ഈ മിക്സ് ഉണ്ടാക്കാൻ. നമ്മൾ റെമഡി തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിക്കാം. നല്ലൊരു യെല്ലോ കളറുണ്ട് ഇതിന്. ഇപ്പം നല്ലോണം തിളച്ച് കഴിഞ്ഞു. ഇപ്പം കുറച്ച് വെള്ളം പോലെയാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വെക്കാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നമ്മളത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ പനീർ ബോൾസിന് ചെറിയൊരു മധുരം കിട്ടുള്ളൂ.
ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഷുഗർ സിറപ്പാക്കി എടുക്കാം. ഇവിടെ തിക്ക് സിറപ്പാവണ്ട, നല്ലോണം തിളച്ചാൽ മതി. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പനീർ ബോൾസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ചോ തുറന്ന് വെച്ചോ വേവിക്കാം, അതിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡബിൾ സൈസ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കുറേ കൂടെ വലുതാവും ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും. ഇതിപ്പോൾ കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്. സാധാരണ അങ്ങനെ പൊടിയാറില്ല. ഇതിപ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും ഇതിൻ്റെ കൺസിസ്റ്റൻസി സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ബോൾസ് അതിൻ്റെ സോഫ്റ്റ്നെസ് പോകാതിരിക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷുഗർ സിറപ്പ് എടുത്ത് നമ്മൾ ഒരു ഐസ് ഇട്ട ഒരു ബൗളിലേക്ക് ഈ പനീർ ബോൾസിനെ മാറ്റുകയാണ്. ഇതിപ്പോൾ വളരെ സോഫ്റ്റാണ്. അപ്പോൾ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ഇട്ട ഒരു ബൗളിലേക്ക് മാറ്റുന്നത്. കുറച്ച് ഷുഗർ സിറപ്പും കൂടെ നമ്മൾ ആ ബൗളിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ ഐസ് വെള്ളത്തിലേക്ക് നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീർ ബോൾസും ഈ പനീർ ബോൾസ് നമ്മൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് അതിലെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് നമ്മളത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ റബ്ഡിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളൊരു 3 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ. അത് നല്ലോണം ഒന്ന് സെറ്റാവണം. ഈ പനീർ ഈ പാലെല്ലാം ഒന്ന് നല്ലോണം അബ്സോർബ് ചെയ്ത് അതിൻ്റെ മധുരവും എല്ലാം അബ്സോർബ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു രുചി നമുക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോൾ അതിലെ വെള്ളമെല്ലാം പോവും പനീറിൽ. എന്നിട്ട് നമ്മൾ ഈ പാലിൻ്റെ മിക്സിലേക്ക് ഇടുമ്പോൾ അത് പാല് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് നമ്മളൊരു 2-3 മണിക്കൂർ വെക്കുന്ന, അത് ഫ്രിഡ്ജിലോ വെളിയിലോ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മിക്സ് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഈ രസ്മലായിൽ നമുക്ക് പനീർ ബോൾസ് ഒരു സർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മിൽക്കിൻ്റെ മിക്സ് നല്ലോണം അബ്സോർബ് ചെയ്തുകൊണ്ടാണ് പനീർ നല്ല യെല്ലോ കളറിലിരിക്കുന്നത്. ഇത് നമ്മുടെ ആ മിൽക്കിൻ്റെ മിക്സും കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ രസ്മലായി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.